ഈ ലോകത്തിൽ നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി എത്രമാത്രം സഹായിക്കണം. സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ഈ ശരീരത്തിന്റെയും ഒക്കെ പരിമിതികളുണ്ട്, സമയത്തിന്റെയും ഒക്കെ പരിമിതികളുണ്ട്. എന്നാൽ നൽകിയ 5 മക്കളിൽ ഒരാളെ ദൈവത്വത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും ദൈവരാജ്യത്തിന് വേണ്ടി ഫുൾ ടൈമറായി സൗരം സ്വീകരിച്ചു. എന്നാൽ ഈ പ്രിയപ്പെട്ട മകളെ സവിശേഷമായി മാലാഖമാരുടെ ഗണത്തിലേക്ക് പറന്നുയരാൻ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്. ശുശ്രൂഷ തുടരാൻ സ്വർഗത്തിന്റെ സൈന്യം നമുക്ക് ആവശ്യമാണ്. നാം പോരാടുന്നത് മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും പിൻബലത്തോടെയാണ്. ആ ഒരു വ്യോമസേന, ആ സേനയ്ക്ക് നേതൃത്വം നൽകാൻ ജോയന്ന എന്ന പ്രിയപ്പെട്ട മകളെ ഒരു സൈന്യാധിപതിയായി സ്വർഗം തെരഞ്ഞെടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. ആ മകളുടെ മുഖത്തിൽ പോലും മായാത്ത ആ പ്രസാദാത്മകതയുണ്ട്. മകളെ പുഞ്ചിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ചിറകുകളുള്ളതുപോലെയാണ് അവൾ സഞ്ചരിച്ചിരുന്നത്. എല്ലാത്തിനെയും ഭാവാത്മകമായി മാത്രമാണ് സ്വീകരിച്ചത്. ഇന്ന് ഈ മകളെ യാത്രയാക്കുമ്പോൾ ഈ മാതാപിതാക്കളെ, ഈ സഹോദരങ്ങളെ അഭിനന്ദിക്കുന്നതിന് ഈ അവസരം അനുഭവിക്കുകയും ഒരു സമർപ്പിതമുണ്ട്. അവിടെ ഈ 5 മക്കളും ഈ മാതാപിതാക്കളും ഒരേപോലെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മനോഹരമായ ഒരു സാക്ഷ്യം. ഒരു പക്ഷേ നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുന്ന നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരവസ്ഥയാണ്. അതൊരു നിരാശയായി മാറുമോ എന്ന് ഞങ്ങളെല്ലാം ഭയപ്പെട്ടു. ഈ മുഹൂർത്തത്തിൽ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയുടെ കീർത്തനം മാത്രം ഉയർത്തി ഈ മാതാപിതാക്കളെ ഓർത്ത ദൈവത്തിന് നന്ദി. അവിടെ മത്സരവേദിയിൽ വിജയം നേടിയത് കർത്താവിന്റെ പ്രവർത്തനമാണെന്ന് വിളിച്ചു പറഞ്ഞ ആ 2 കളിക്കാരെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഈ മരണമുഹൂർത്തത്തിലും എല്ലാം തകർന്നു എന്ന് തോന്നുകയും ചുറ്റും കൂടുന്ന ആർത്ത് വിലപിക്കുകയും ചെയ്യുമ്പോൾ രഹസ്യാത്മകമായി സ്വീകരിക്കാൻ ദൈവമെല്ലാം കൃപകളായി രൂപാന്തരപ്പെടുത്താൻ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്നു എന്ന് ഇതുവരെയും പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈ പ്രിയപ്പെട്ടവർ ഈ കൈപ്പിന്റെ കാസ സ്വീകരിച്ച് ദൈവത്തിന് ഹാലേലൂയ പാടുന്ന അത്ഭുതകരമായ സാക്ഷ്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പങ്കാളികളാകുന്നത്. ഇന്ന് ലോകം മുഴുവനും ഈ സന്ദേശം എത്തിയിരിക്കുന്നു വ്യത്യസ്തരായ വ്യക്തികളിലൂടെ. ഒരുപക്ഷെ ഇതുവരെയും ഏഞ്ചൽസ് ആർമിയെ പരിചയമില്ലാത്ത ഭൂഖണ്ഡങ്ങളിലും ഇന്ന് ഈ കുടുംബം സുവിശേഷമായി അറിയപ്പെടാൻ ഇടയായിട്ട് ദുരന്തങ്ങളെന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുള്ള ജീവിതാനുഭവത്തെ ഇത് ഒരു സുവിശേഷമാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്ന അത്ഭുതകരമായ ആ ഒരു വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ് ഇന്നിവിടെ നടക്കുക. ഇവിടെ 36 വയസ്സുള്ള ഒരു പുണ്യവതി ജന്മം കൊണ്ട് വളർന്ന ഈ നാടിലെ ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയായിട്ട് അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹത്തോടെയാണ് നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഇതാ ഒരു വിശുദ്ധ. ഈ വിശുദ്ധരുടെ നിര നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ബലമാണ്. നമുക്കും ഈ മരണ അപകടം കടന്ന് നിത്യതയുടെ സൗഭാഗ്യത്തിലേക്ക് കടക്കാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക.